കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വലിയ രാഷ്ട്രീയ സാക്ഷരതയുള്ളവരാണ്, രാഷ്ട്രീയത്തിന്റെ ഉൾക്കാമ്പുകളെ കുറിച്ച് അറിയുന്നവരാണ് എന്ന് മറ്റ് സംസ്ഥാനങ്ങൾ പോലും കണ്ടുപഠിക്കണമെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, ഇന്ന് NK പ്രേമചന്ദ്രനെയും PC വിഷ്ണുനാഥിനെയും നിർത്തിപ്പൊരിക്കുകയാണ്. ആരാണ്? ഒരു സാധാരണ വീട്ടമ്മ. അവർ വീട്ടിൽ നിൽക്കുന്ന വസ്ത്രമെല്ലാം ധരിച്ച് വീടിന് മുമ്പിലെ ഇടവഴിയിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ഞങ്ങൾ അങ്ങ് തള്ളിമറിക്കുമെന്നുള്ള പ്രസ്താവനയുമായി PC വിഷ്ണുനാഥും കൊല്ലത്തിന്റെ MP NK പ്രേമചന്ദ്രനും വീടുകൾ കയറി ആ വീട്ടമ്മയുടെ മുമ്പിലെത്തിയത്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ മലത്തിയടിക്കുമോ ഈ നാടിനെ? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്യുമെന്ന് പറയുന്നതിനെ നോക്കൂ. ഇവിടെ സർവേ എടുത്തിട്ട് പോയി നിങ്ങളുടെ നേതാക്കൾ ഇതുവരെ അതിനൊരു തരത്തിലുള്ള മാറ്റങ്ങളോ ഒരു ബലങ്ങളോ ഉണ്ടായിട്ടില്ല. വാക്ക് പറഞ്ഞത് എത്ര മാത്രം, വാക്ക് ലംഘനം അതിനും മേൽ എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറയുന്നതാരാ? സ്റ്റേജ് കെട്ടി അതിനു മുമ്പിൽ നിന്ന് പറയുന്ന ഭരണപക്ഷമല്ല, LDF അല്ല, BJP അല്ല, CPM ഹാൻഡിലുകളല്ല, ഇടത് സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളല്ല. പച്ചയ്ക്ക് വീട്ടമ്മമാർ വിളിച്ചു പറയുകയാണ്. MP എന്നോ MLA എന്നോ നോക്കാതെ സഹികേടിന്റെ സഹനക്കേടിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിലേക്ക് കയറിപ്പോയ അമ്മമാർ നേതാക്കളുടെ വിലയോ സ്റ്റാറ്റസോ നോക്കാതെ മുഖത്തു നോക്കി പ്രതികരിക്കുന്നത് ഈ കേരളം കാണുമ്പോൾ നോക്കൂ നിങ്ങൾ. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഘടകകക്ഷിയുടെ ഒരു നേതാവിനെ, കോൺഗ്രസിന്റെ ഒരു നേതാവിനെ ഒക്കെ കാണുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഇത്രമേൽ ആർജവത്തോടെ, കോൺഫിഡൻസോടെ, തൻ്റെ ഇടത്തോടെ പ്രതികരിക്കാൻ സാധിക്കണമെങ്കിൽ അത് വലിയ കറകളഞ്ഞ സഖാവായതുകൊണ്ടല്ല, അത് കൃത്യമായ സഹനക്കേടിൽ നിന്ന് വരുന്നതാണ്. ആ നാടിനെ പറഞ്ഞു പറ്റിച്ച MP-യോടുള്ള പ്രതികരണമാണ്. ആ നാടിൽ വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴ അഴിച്ചുവിട്ട MLA-യോടുള്ള ചുട്ട മറുപടിയാണ്. നോക്കൂ, ചുവടെ വരുന്ന വീഡിയോയുടെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾ. ഇപ്പൊ കോൺഗ്രസ്സുകാർ വന്ന് ഞങ്ങളുടെ കുടുംബം മൊത്തം പോക്കിക്കൊണ്ടങ്ങ് പോവുക. വേറെ എവിടെല്ലാം സർവേ നടക്കുന്നു? ഇല്ല, ഇവർക്കൊന്നും അറിയാതിരിക്കുകയാണ്. ഇപ്പൊ എന്തോത്തിനിങ്ങനെ വരുന്നത്? ഇലക്ഷൻ സമയമാകുമ്പോ ഇറങ്ങും. ഇപ്പം ആ കുഞ്ഞിന്റെ മേലെ കൂടെ സർവേ ഉണ്ടായിരുന്നു. ആ സർവേയുടെ പോയി 2000-ലെടുത്ത ഒരു സർവേ ഉണ്ട്. ആ സർവേയുടെ പോയി. ആ സർവേയുടെ പോയി. അന്ന് സാങ്ഷനായ സർവേ. അത് ഇത് മനഃപൂർവ്വം ഉണ്ടമ്പളക്കാരെ കുടുംബം നശിപ്പിക്കാൻ കൊണ്ടുവന്ന സർവേ. അത് പരിശോധിക്കണം. കോൺഗ്രസിന് വേണ്ടി കടന്ന് കോൺഗ്രസ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കുടുംബം നശിച്ചേ അല്ലാതെ ഉണ്ടായിട്ടില്ല. അത് വീട് പോകത്തില്ല. അത് ഞങ്ങളെ കുടുംബം പോകാൻ അത് പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാൻ വന്നിരിക്കുന്നത്. അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ഈ വീട് മാത്രം അപ്പുറത്തെ വീട് വെച്ചിട്ട് 2 വർഷമേ ആള് പയ്യൻ വെച്ചിട്ട് ആ വീട് മൊത്തം പോവുക. കൂടുതലും ഒരു ബെഡ്റൂമിന്റെ ഒക്കെ ഇങ്ങനെ 1 മീറ്റർ 2 മീറ്റർ വ്യത്യാസം.